മഹാനർ കുത്തുബാക്കുന്നത് തന്നെ ഖദമീ ഹാദിഹി അലാ റഖബത്തി കുല്ലി വലിയ്യിൻ എന്ന് മഹാനുടെ ഇരുന്നുള്ള ഇർശാദിനിടയ്ക്ക് ശേഷം ഒരു സമയത്ത് മഹാനർ തന്റെ അധ്യാപനത്തിനിടയിൽ പറഞ്ഞല്ലോ. അപ്പറഞ്ഞ സമയമാണ് അദ്ദേഹത്തിന്റെ കുത്തുബായുള്ള നിയോഗത്തിന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം ഒരു പ്രഖ്യാപനമല്ലാതെ ഞാൻ കുത്തുബാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ കുത്തുബീങ്ങളുടെ ചരിത്രത്തിൽ വേറെ ഒരു ചരിത്രത്തിൽ ആർക്കും ഉദ്ധരിക്കാൻ സാധ്യവും അല്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഏതൊരു വലിയിന്റെയും മീതയാണ് എന്റെ കാൽപാദം എന്ന് മഹാനൂർ പ്രഖ്യാപിച്ച നേരം അതാണ് ഹീനുതഖത്തബ്, മഹാൻ കുത്തുബായ നേരം. അവർ കുത്തുബായ നേരത്താണ് ആ പ്രഖ്യാപനം ഉണ്ടായത്. പക്ഷെ ഈ പ്രഖ്യാപനം കന്നി പ്രഖ്യാപനമാണ്. കുത്തുബീങ്ങളുടെ ലോകത്ത് ഇമാം ഷാഫിയോ ഇമാം നവവിയോ അങ്ങനെയുള്ള മഹാത്മാക്കൾ ആരുമോ കുത്തുബാണ് എന്ന് പ്രഖ്യാപിച്ചു മുർഷിദായി നിർത്തുന്നതിന്റെ മുർഷിദും കുത്തുബും ഒന്നാന്ന് വിചാരിക്കണ്ടോ? അങ്ങനെയുണ്ടൊരു വിചാരം. ഒക്കെ ഓരോന്നിങ്ങനെ ഈ മേഖലയിൽ യാതൊരു പിടിപാടുമില്ലാതെ യാതൊന്നും പഠിക്കാൻ നിൽക്കാതെ അല്ലാതെ തന്നെ പഠിച്ചുകൊണ്ട് തിരിയാത്ത മേഖല അത് അനുഭവിച്ച് തിരിയണം. നമുക്കൊന്നും അത് തിരിയൂല. തിരിയേണ്ട മേഖലയിൽ പഠിക്കാനും കൂടി നിൽക്കാതെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞാലോ? കുത്തുബ് കുത്തുബ് എന്ന് പറയുന്ന ആൾ ചിലപ്പോ അദ്ദേഹത്തിന്റെ നെഫ്സിനെ തന്നെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനത്തെ പോലെ ഇർഷാദിന് പറ്റുമോ? കുത്തുബായി അല്ലാഹു തആല നിയോഗിക്കുന്ന മഹാൻ ഔലിയാക്കന്മാരുടെ റിജാലുൽ ഗൈബിന്റെ മേധാവി എന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് ആ നെഫ്സിൽ അദ്ദേഹത്തിന്റെ നെഫ്സിന്റെ നിലപാടുകൾ അദ്ദേഹത്തിന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനത്തെ വരെ മുസല്ലിക്കോ മുർഷിദോ മുറബിയോ ആയ ശൈഖാക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ ഹബീബാണ് ഏറ്റവും സമ്പൂർണമായി അള്ളാഹ്ക്ക് വഴിപ്പെട്ട ആൾ. അത്ഖൽ ഇബാദ് അത്ഖൻ നാസ്. നബിയാണല്ലോ ഏറ്റവും വലിയ അത്ഖ. അപ്പൊ നബിയുടെ അമലുകളും ഫേലുകളും തന്നെ പരിശോധിച്ച് അത് തന്നെ ജീവിതത്തിൽ പകർത്തുക എന്ന് പറഞ്ഞാൽ അതാണ് തൽസമയത്തെ ഏറ്റവും മുന്തിയ പ്രവൃത്തി എന്ന് വിധിക്കപ്പെടാൻ പറ്റുന്ന പ്രവൃത്തി. അങ്ങനെ മുന്തിയ പ്രവൃത്തികൾ റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ മാതൃക സ്വീകരിച്ച് അവലംബിക്കുന്നതിനാണ് ത്വരീഖത്ത് എന്ന് പറയാം. അതിന്റെ അടിസ്ഥാനമായ പഞ്ചഗുണമാണ് ഈ പറഞ്ഞ ഗുണം. നബിന്റെ പ്രവൃത്തി നോക്കിയാൽ വറഅ്, നബിന്റെ പ്രവൃത്തി നോക്കിയാൽ ഇഹ്തിയാത്ത്, നബിന്റെ പ്രവൃത്തി നോക്കിയാൽ ദിയാലയും അസീമത്തും തബത്തുലുമൊക്കെ നബിയോളം മികച്ചു നിൽക്കുന്നവരാരുമില്ല. ആ പഞ്ചഗുണങ്ങളുള്ളവരിൽ നിന്ന് വരുന്ന പ്രവർത്തനമാണ് നബിയുടെ പ്രവൃത്തികളിൽ തെളിഞ്ഞു കാണുക. ആ തെളിഞ്ഞു കാണുന്ന പ്രവൃത്തി തന്നെ ഒരാൾ പരിശീലിച്ചിട്ട് അതുതന്നെ നടപ്പാക്കാൻ വേണ്ടി തിരിഞ്ഞാൽ അതാണ് ശരിക്കുള്ള ത്വരീഖത്ത് എന്ന് പറയുന്നത്. ഈ ത്വരീഖത്ത് എന്ന് പറയുന്ന രംഗത്തേക്ക് നമുക്കറിയാവുന്ന വിധം നമ്മുടെ അറിവുകളെല്ലാം ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നിൽക്കുന്നതോ, മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ആളുകളെ അതിനു വേണ്ടിയിട്ട് ഒരുക്കിയിട്ട് ആളുകൾ ആ വഴിയിലേക്ക് നിൽക്കുന്നതോ എന്നത് ഒരു വലിയ കടമയായോ അനിവാര്യമായ ഒരു കാര്യമായോ നമ്മളെ ഈ ഫന്നിൽ ത്വരീഖത്തിന്റെ മേഖലയിൽ ജീവിച്ച മഹാത്മാക്കളായ ഉലമാക്കൾ അങ്ങനെ ഏറ്റെടുത്തിട്ടില്ല. ഇതെന്റെ പ്രിയപ്പെട്ടവർ വളരെ ശ്രദ്ധിക്കണം. മഹത്തുക്കളിൽ മഹത്തുക്കളായ ആരിഫീങ്ങളുടെ ചരിത്രങ്ങൾ വിശദമായി വിവരിക്കുന്ന ഇമാം ഖുശൈരി വിവരിച്ച ഒന്നാമത്തെ ഇമാം ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന മഹാനാണ് ആദ്യ മഹാനെ വിവരിച്ചിട്ടുള്ള ആദ്യത്തെ പരിചയപ്പെടുത്തിയ റജുൽ. അവിടെ നിന്നിങ്ങോട്ട് മഹാനായ ഇമാം ഖുശൈരിയുടെ റിസാലയിൽ പറഞ്ഞിട്ടുള്ളവരിൽ അപൂർവം ചില ആളുകൾ ജനങ്ങളെ വിളിച്ചുകൂട്ടി ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ അവർക്ക് വേണ്ട ദീനുകൾ പഠിപ്പിക്കാനും അധ്യാത്മമുറകൾ പഠിപ്പിക്കാനും ഇർഷാദിനായി നിന്നവർ വളരെ ചുരുങ്ങിയവരെ ഈ മേഖലയിലുള്ളൂ. ഇതെന്റെ പ്രിയപ്പെട്ടവർ നല്ലപോലെ ശ്രദ്ധിക്കണം. ഞാനിത് വായിച്ച് മനസ്സിലാക്കി കാര്യബോധത്തോടുകൂടെ തന്നെ കൃത്യമായി പറയുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട ആളുകൾ കുറച്ചുകൂടി ഗൗരവത്തിലെടുത്ത് ചിന്തിക്കണം. കുറേ തെറ്റിദ്ധാരണകൾ ഈ രംഗത്ത് നടക്കുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ പലരും പരത്തുന്നുമുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഖൽബ് നന്നാക്കണം, ശരിയാ, അതിന് കാര്യക്കേടില്ല. അസൂയ പോണം, ഉജുബ് പോണം, തകബ്ബുർ പോണം. ഈ പറയുന്ന മാനസിക ഗുണങ്ങൾ പോക്കാനുള്ള മുറകൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളും അപകടങ്ങളും അതിൻ്റെ പാഠങ്ങളും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ദീനിൻ്റെ ശരീഅത്തിൻ്റെ ഭാഗമാണ്. ഫർളു ഐനായിട്ടുള്ള ഭാഗം അത് ശരീഅത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത് ശരിക്കും നമ്മുടെ കിതാബുകൾ ചർച്ച ചെയ്തിട്ടുമുണ്ട്. ഈ ഹസദ്, ഉജുബ്, റിയാ തുടങ്ങിയവയിൽ നിന്ന് പോകാൻ
പക്ഷേ അത് പെട്ടെന്ന് പോകാനും മനസ്സിൻ്റെ അകത്തേക്ക് അത് പെട്ടെന്ന് ആസൂത്രിതമായ അധ്വാനമില്ലാതെ പഠനമില്ലാതെ വെളിച്ചം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മാർഗമായി നല്ല 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 ആളുകളുടെ സുഹബത്തും അവരുടെ പരിശീലനവും തിരഞ്ഞെടുക്കുക എന്നതുകൊണ്ട് നേടിയിട്ടുള്ളവരുണ്ട്. റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾ അങ്ങനെ നേടിയവരാണ്. എല്ലാവരും അങ്ങനെ നേടൽ നിർബന്ധമല്ലെന്ന് മാത്രമല്ല, ആ വഴിയിലേക്ക് എല്ലാവരെയും അങ്ങനെ തിരിച്ചു വിളിച്ച് ആളുകളെ നയിക്കാനായി നിൽക്കലും നിർബന്ധമല്ല. ഇത് നമ്മൾ പ്രത്യേകം നോക്കേണ്ടതാണ്. നമ്മൾ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ എന്തു പറയുമ്പോഴും മുഹയ്യദ്ദീമാല അപ്പം എല്ലാവർക്കും നേർക്കുനേർ പരിപാടിയിൽ അത് വിശദീകരിച്ചുകൊണ്ടുള്ള വിഷയം അവതരിപ്പിക്കണേന്ന് നമ്മളതിൻ്റെ എഴുതിരാശിയല്ല. പക്ഷെ മുഹയ്യദ്ദീമാലയാണ്, മുഹയ്യദ്ദീമാലയിൽ പറഞ്ഞതാണ് ഇതിൻ്റെ അവസാന വാക്ക് നമ്മൾ ആരും ധരിക്കരുത്. അതൊരു പൊട്ടത്തരാണ്. മുഹയ്യദ്ദീൻ മാലനെയോ മാലയുടെ അവലംബങ്ങളെയോ തിരിയാത്ത പൊട്ടത്തരാണത്. മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളവർകൾ തൻ്റെ ബിദായത്തിൽ, തൻ്റെ ആരംഭകാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വിഭ്രമാവസ്ഥയിൽ പറഞ്ഞുപോയ കണക്കിലെടുക്കപ്പെടാൻ പറ്റാത്ത വാചകങ്ങൾ പോലും മുഹയ്യദ്ദീൻ മാലയിൽ മഹാനരുടെ പേരിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനത് എത്രയോ വിവരിക്കാറുണ്ട്. മുഹയ്യദ്ദീൻ മാലൻ്റെ നമ്മൾ നേർക്കുനേർ പരിപാടി ശ്രദ്ധിച്ചിട്ടുള്ളവർക്കും അതറിയാം. തൻ്റെ വിഭ്രമാവസ്ഥയിൽ പറഞ്ഞ കണക്കിലെടുക്കാൻ പറ്റാത്ത വാചകങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ ഓരോരോ കാലത്ത് പറഞ്ഞിട്ടുള്ളത് മാലയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മാലയിൽ ഉദ്ധരിച്ചത് മുഴുവൻ അവസാനത്തെ വാക്കാന്ന് കരുതണ്ട. അവസാനത്തെ മുഹയ്യദ്ദീൻ ശൈഖ് എന്ന് പറയുന്നവരാണ് കാമിലായ മുഹയ്യദ്ദീൻ ശൈഖ്. അവസാനത്തെ മുഹയ്യദ്ദീൻ ശൈഖ് എന്ന് വെച്ചാൽ തൻ്റെ ജീവിതത്തിൻ്റെ നന്നായി 90 കാലം ഇരുന്നോവർ എന്നല്ലേ. ആ 90 കാലം വളർച്ചയല്ലേ, ആ 90 കാലം വളർച്ചയാണ്. ആ വളർച്ചയുടെ കാലത്ത് ഇർഷാദിനായി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളവർകൾ നിയുക്തനായ ഒരു മുർഷിദായ ശൈഖ് എന്ന നിലക്ക് അള്ളാഹു താല നിയോഗിച്ചപ്പോ ഇരിയെന്നേകൽ കേട്ടാരേയിരുന്നോവർ, ഇരിയെന്നേകൽ കേട്ടാരേയിരുന്നോവർ. ഇരി നന്നേകൽ എന്ന് പറഞ്ഞാൽ ഖദർ നബി അലൈഹിസ്സലാം ഇരുത്തിയ ഇരിയാണെങ്കിലും അള്ളാഹു ഇർഷാദിന് വേണ്ടി ഇരുത്തിയ ഇരുത്തമാണെങ്കിലും ആ ഏകൽ കേൾക്കുവോളം ബഹുമാനപ്പെട്ടവർ സഞ്ചാരത്തിലായത് അതിൻ്റെ മുമ്പ് തന്നെ ഉണ്ട്. 25 ചുറ്റി നടന്നോവർ, ഇരിയെന്നേകൽ കേട്ടാരേ ഇരുന്നോവർ. 25 ചുറ്റി നടക്കുന്ന മുഹയ്യദ്ദീൻ ശൈഖ് വളർച്ചയുടെ പടവുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ശൈഖാണ്. കയറിക്കൊണ്ടിരിക്കുന്ന മുഹയ്യദ്ദീൻ ശൈഖിന്റെ ആ 25 ആണ്ടുകളിലും അവർ മുർഷിദായ ശൈഖല്ല, മുസല്ലിക്കായ ശൈഖല്ല, കാമിലായ ശൈഖല്ല, കുതുബല്ല. മഹാനൊരു കുതുബാക്കുന്നത് തന്നെ ഖദമീ ഹാദിഹി അലാ റഖബത്തി കുല്ലി വലിയ്യിൻ എന്ന് മഹാനുടെ ഇരുന്നുള്ള ഇർഷാദിനിടയ്ക്ക് ശേഷം ഒരു സമയത്ത് മഹാനർ തന്റെ അധ്യാപനത്തിനിടയിൽ പറഞ്ഞല്ലോ. അപ്പറഞ്ഞ സമയമാണ് അദ്ദേഹത്തിന്റെ കുതുബായുള്ള നിയോഗത്തിന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം ഒരു പ്രഖ്യാപനമല്ലാതെ ഞാൻ കുതുബാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ കുതുബീങ്ങളുടെ ചരിത്രത്തിൽ വേറെ ഒരു ചരിത്രത്തിൽ ആർക്കും ഉദ്ധരിക്കാൻ സാധ്യവും അല്ല. നമ്മൾ ശ്രദ്ധിക്കണം. കുതുബാണ് എന്ന് അപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല. ഖദമീ ഹാദിഹി അലാ റഖബത്തി കുല്ലി വലിയ്യിൻ ലില്ലാഹ്, എന്റെ ഈ കൊച്ചുപാദം എല്ലാ ഔലിയാക്കന്മാരുടെയും പിരടയ്ക്ക് മീതെയാകുന്നു എന്ന് ബഗ്ദാദിലെ ജനസദസ്സിൽ കൊണ്ടിരിക്കുന്ന ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മുദരിസ്, ആ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് നിങ്ങൾ പറയുന്ന രാത്രിയിലെ വിവരങ്ങളല്ല, പട്ടാപ്പകലിൽ നിസ്കരിക്കേണ്ടവന് നിസ്കാരത്തിന്റെ കണക്കും ഉണർത്തേണ്ടവൻ ഉണർത്തേണ്ട കണക്കും ശുദ്ധീകരണത്തിന്റെ ബാബും പഠിപ്പിച്ച അധ്യാപകരായ മുദരിസാണ് ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളവർകൾ. വലിയ വിജ്ഞാനം കൊടുക്കേണ്ടവനും ആത്മീയ ജ്ഞാനം കൊടുക്കേണ്ടവനും അതും കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഖദമീ ഹാദിഹി അലാ റഖബത്തി കുല്ലി വലിയ്യിൻ ലില്ലാഹ്, അള്ളാന്റെ ഏതൊരു വലിയിന്റെയും മീതെയാണ് എന്റെ കാൽപാദം എന്ന് മഹാനൂർ പ്രഖ്യാപിച്ച നേരം അതാണ് ഹീനു തഖത്തബ്, മഹാൻ കുതുബായ നേരം. അവർ കുതുബായ നേരത്താണ് ആ പ്രഖ്യാപനം ഉണ്ടായത്. പക്ഷെ ഈ പ്രഖ്യാപനം കന്നി പ്രഖ്യാപനമാണ്. കുതുബീങ്ങളുടെ ലോകത്ത് ഇമാം ഷാഫിഇയോ ഇമാം നവവിയോ അങ്ങനെയുള്ള മഹാത്മാക്കൾ ആരുമോ കുതുബാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. മഹാനർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുന്തു കുതുബൻ ഫീ നുത്ഫത്തിൽ ലബാ,
പിതാമഹന്മാരുടെ തുഫയിലെ ഞാൻ കുത്തുബായിരുന്നു എന്ന് കുത്തുബായി കഴിഞ്ഞ ശേഷം മൂപ്പർ പറഞ്ഞ ഒരു മൊഴിയിലുണ്ട്. ആ മൊഴി വിഭ്രമാവസ്ഥയിൽ പറഞ്ഞ മൊഴിയാണ്. ആ വിഭ്രമാവസ്ഥയിൽ പറഞ്ഞ മൊഴി കഴിഞ്ഞാൽ മഹാനർ ഖദമി എന്ന് പറയുന്നത് അദ്ദേഹം പിറക്കുന്നതിൻ്റെ ഒരു നൂറ്റാണ്ട് മുൻപ് ഔലിയാക്കന്മാർ ഇങ്ങനെ അദ്ദേഹം പറയുന്ന ഒരാൾ വരുമെന്ന് മാർഗദർശനം നൽകിയിരുന്നു, പ്രവചിച്ചിരുന്നു. ആ പ്രവചനം പുലർത്താൻ വേണ്ടി അദ്ദേഹം ശൈശവദശയിൽ ബഗ്ദാദിലെ നിവാമിയയിൽ പഠിക്കുമ്പോൾ ഒരു ഔസിനെ കാണാൻ പോയപ്പോൾ ആ ഔസിന്റെ മുമ്പിൽ പാലിച്ച ചിട്ടയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് നിങ്ങൾ ബഗ്ദാദിലെ സിംഹാസനത്തിലിരുന്നു കൊണ്ട് ഇൽമു പഠിപ്പിക്കുമ്പോൾ ഖദമി ഹാദിഹി അലാ റഖബത്തി കുല്ലി വലിയ്യിൻ എന്ന് പറയും. അന്നേരം ലോകത്തെ മുഴുവൻ ഔലിയാക്കന്മാരും തലകുനിക്കും. അത്തരം ഒരവസ്ഥ നിങ്ങൾക്ക് വരുന്നുണ്ട്, ഞാൻ കാണുന്നു എന്ന് കുട്ടിക്കാലത്ത് മുഹിയുദ്ദീൻ ശൈഖിനോട് വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് പ്രവചിച്ചിരുന്നു. അന്ന് ബഗ്ദാദിൽ പ്രത്യക്ഷപ്പെട്ട ഔസ്. ഇബ്നു സക്കയോടാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഞാൻ കുഫ്ർ കാണുന്നു എന്നാ പറഞ്ഞത്. അയാൾ കാഫിറായി തന്നെ ചത്തുപോയി. ഇബ്നു അശൂർ എന്നവരാണെങ്കിൽ ദുന്യാവ് കൊണ്ട് പരീക്ഷിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം കാലിസ്ഥാനവും വലിയ ദുന്യാവിന്റെ വഖഫിന്റെ നോട്ടസ്ഥാനവും ഭരണകൂടത്താൽ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് ദുന്യാവിനാൽ പരീക്ഷിക്കപ്പെട്ടു. ഈ സംഭവങ്ങൾ ഉദ്ധരിക്കുന്നതും അബ്ദുല്ലാഹിബ്നു അബീ ഉസ്റൂൻ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം പേച്ചിട്ടില്ല. അദ്ദേഹം വഖഫിന്റെ ഉത്തരവാദിത്വം ഭരണാധികാരി ഏൽപ്പിച്ചപ്പോൾ അതൊരു ദുന്യാവിന്റെ പരീക്ഷണമായി. ആ പരീക്ഷണത്തിൽ അദ്ദേഹം പെട്ടു. ഇബ്നു സക്ക കാഫിറായി ക്രിസ്ത്യാനിയായി മരണപ്പെട്ടു. ഈ മഹാനോ ബഗ്ദാദിൽ ഇത് പ്രഖ്യാപിച്ചു. ഇത് പ്രഖ്യാപിക്കുന്ന നേരം മൂപ്പര് കുത്തുബാകുന്ന നേരം. ഇത് ഔലിയാക്കന്മാർ പറഞ്ഞതാണ്. ഔലിയാക്കന്മാർ വിവരിച്ചു വിവരണം നൽകുകയാണ്. അതിന്റെ മുമ്പത്തെ കുട്ടിക്കാലം മുർഷിദായി നിർത്തുന്നതിന്റെ മുർഷിദും കുത്തുബും ഒന്നാന്ന് വിചാരിക്കാൻ കേട്ടോ. അങ്ങനെയുണ്ടൊരു വിചാരം. ഒക്കെ ഓരോന്നിങ്ങനെ ഈ മേഖലയിൽ യാതൊരു പിടിപാടുമില്ലാതെ യാതൊന്നും പഠിക്കാൻ നിൽക്കാതെ അല്ലാതെ തന്നെ പഠിച്ചുകൊണ്ട് തിരിയാത്ത മേഖല അത് അനുഭവിച്ച് തിരിയണം. നമുക്കൊന്നും അത് തിരിയൂല. തിരിയേണ്ട മേഖലയിൽ പഠിക്കാനും കൂടി നിൽക്കാതെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞാലോ. കുത്തുബ് കുത്തുബ് എന്ന് പറയുന്ന ആൾ ചിലപ്പോ അദ്ദേഹത്തിന്റെ നെഫ്സിനെ തന്നെ അറിഞ്ഞുകൊണ്ടോന്നില്ല. അങ്ങനത്തെ ഇർഷാദിന് പറ്റുമോ? കുത്തുബായി അല്ലാഹു തആല നിയോഗിക്കുന്ന മഹാൻ ഔലിയാക്കന്മാരുടെ റിജാലുൽ ഗൈബിന്റെ മേധാവി എന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് ആ നെഫ്സിൽ അദ്ദേഹത്തിന്റെ നെഫ്സിന്റെ നിലപാടുകൾ അദ്ദേഹത്തിന് അറിഞ്ഞോണമെന്നില്ല. അങ്ങനത്തെ വരെ മുസല്ലിക്കോ മുർഷിദോ മുറബിയോ ആയ ശൈഖാക്കാൻ പറ്റൂല. മുറബി എന്ന് കേട്ട് പരിചയമുള്ള ആ പദത്തിന്റെ ഒരു പര്യായ പദമാണ് ഞാൻ പറയുന്നത് മുർഷിദ് മുസല്ലിക്ക് എന്നിട്ടോ. ഇനി മൂല്യന്മാർ കേൾക്കും മുറബി എന്ന് എന്താ പറയുന്നത്, അത് തന്നെയാണ് ഈ പറയുന്നത്. മുറബിയായ ഷെയ്ഖ്, മുർഷിദായ ഷെയ്ഖ്, മുസല്ലിക്കായ ഷെയ്ഖ് എന്ന് പറയണമെങ്കിൽ തെസ്ലീക്കിനും ഇർഷാദിനും തെർബിയത്തിനും നിയുക്തനാവണം. അങ്ങനെ നിയുക്തനാവുന്ന ഷെയ്ഖിന് ആ നിയുക്തനായ വിവരം പ്രഖ്യാപിക്കാറില്ല. അത് ഒളിച്ചു വെക്കുന്ന നിയമമാണ്. കാരണം കുത്തുബ് എന്ന സ്ഥാനാണെങ്കിൽ അങ്ങനെ ഇർഷാദിന്റെ സ്ഥാനം പ്രഖ്യാപിക്കും, തെർബിയത്തിന്റെ സ്ഥാനം. വാക്ക് തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം. തെർബിയത്ത് ഇർഷാദ് എന്നതിന്റെ സ്ഥാനം അവർ പ്രഖ്യാപിക്കും. അവർ ശരിക്കും നിയമിതമായ സ്ഥാനമാണ്, ഔദ്യോഗിക പദവിയാണ്. ആ ഔദ്യോഗിക പദവിയിലേക്ക് നിയോഗിച്ചെങ്കിൽ മാത്രമേ ആൾ തിരിയൂ. ആകാൻ യോഗ്യരെല്ലാം വരൂ എന്ന് പറഞ്ഞ ആളെ കൂട്ടൂല. ആളെക്കൂട്ടൽ കടമയുണ്ടോ? ഇല്ല. ഞാനവിടെ മഹാനായ ഇബ്നു സ്വലാഹ് തങ്ങളവറുകളെ ഉദ്ധരിക്കാം. ഇബ്നു സ്വലാഹ് അവറുകളുടെ ഫത്വ മസ്അല ഹൽ വറദ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഉലമാഇൽ ബാത്തിനില്ലദീന അഖാമഹുമുല്ലാഹു ലിതർബിയത്തി അർബാബിൽ അഹ്വാലി വൽ മഖാമാത്തി ശരീഫ വലിയൂസിലുൽ മുരീദ ഇലല്ലാഹി തആല ബിഖുവ്വതിഹിമുല്ലതി അഅതാഹുമുല്ലാഹു തആല وبدعوتهم المجابة كالجنيدي وأمثاله من أئمة الطريق المكاشفين الذين لهم الكشف المصون الموافق للشريعة المطهرة. അള്ളാഹുവിന്റെ റസൂലിനെ തൊട്ട് വന്നിട്ടുണ്ടോ ബാത്തിനിന്റെ ഉലമാഇന്റെ കാര്യത്തിൽ? ബാത്തിനിന്റെ ഉലമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തിരിയാത്തത് പറയാമെന്ന് മനസ്സിലാക്കണ്ട. അങ്ങനെയും ബാത്തിന് എന്ന് പറഞ്ഞാലും മനുഷ്യന് രണ്ട് അവയവുണ്ട്. ഒന്ന് ബാത്തിനായ അവയവം, ഒന്ന് ലാഹിറായ അവയവം. ലാഹിറായ അവൻ തന്നെ എല്ലാവർക്കും കാണുന്ന അവയവം, കണ്ണ്, മൂക്ക്, കാല്, കൈ എന്നൊക്കെ പറയുന്നത്. എല്ലാവർക്കും കാണാത്തൊരവയവം നമ്മളിലുണ്ട്, ചാലകമായ ഊഹ്. ഇതാണ് ബാത്തിന്. ആ ഊഹിന് മറ്റൊരു പേര് കൊടുക്കുക കൽബ്, മനസ്സ്. അപ്പം മനസ്സ്, ആത്മാവ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ഇൽമിനാണ് എന്ത് പറയുന്നത്? ഇൽമുൽ ബാത്തിൻ. ഇത് കേൾക്കുമ്പോഴത്തിന് ഇൽമുൽ ബാത്തിന് എന്ന് പറയുമ്പോഴത്തിന് അള്ളാന്റെ ദാത്ത് സിഫാത്ത് അഫ്ആൽ നിർത്തി കൊടുത്തിട്ടുണ്ട. അള്ളാന്റെ ദാത്ത് സിഫാത്ത് അഫ്ആൽ എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. ഇൽമുൽ ബാത്തിൻ എന്നാൽ ബാത്തിനിന്റെ വിവരം.
ഇൽമുൽ ബാത്തിനി അൽ ഇൽമുൽ ബാത്തിനു, ഇത് രണ്ടും ഒന്നാണ്. ബാത്തിനിന്റെ വിവരം. ഇൽമുൽ ലാഹിരി അൽ ഇൽമുൽ ലാഹിറു, അത് തന്നെയാണ് വിവരം. ഹഖായിഖിന്റെ വിവരമുണ്ട്, കാക്കപ്പെടേണ്ട ഇൽമുണ്ട്. വഅല്ലംനാഹും ഇല്ലദുന്നാ ഇൽമാ എന്ന ഇൽമുണ്ട്. അതല്ല ഇൽമുൽ ബാത്തിൻ എന്ന് ഇവിടെ പറയുന്നത്. ഇൽമുൽ ബാത്തിൻ എന്ന് പറഞ്ഞാൽ ബാത്തിനായ റൂഹിന്റെയും കൽബിന്റെയും വിവരം. ആ വിവരവുമായി ബന്ധപ്പെട്ട ഉലമാ അള്ളാഹു അവരെ ഹാല് മക്കാമുകളൊക്കെ ഉള്ള ആളുകളെ തെർബിയത്ത് ചെയ്യാനും വളർത്താനും പരിപൂർണതയിലെത്തിക്കാനും നിർത്തിയതാണ്. മുരീദുമാരെ അള്ളാഹുവിലേക്ക് ചേർക്കാൻ നിർത്തിയതാണ്. അവരുടെ ദുആ കൊണ്ട് നിർത്താം, അവർക്ക് അള്ളാഹു നൽകിയ പ്രത്യേക സിദ്ധികൾ കൊണ്ട് അവർ പരിശീലിപ്പിച്ചു വരുന്ന നിലക്കും നിർത്താം. അങ്ങനെയുള്ള ആളുകൾ ജുനൈദുൽ ബഗ്ദാദി, അദ്ദേഹത്തെ പോലുള്ള മഹാന്മാർ, ഈ മഹാന്മാരെ സംബന്ധിച്ച് ചോദ്യം, ഹൽ യജിബു അലൈഹിം അൻ യുസഖിറു അൻഫുസഹും ബിദാലിക. ഈ വിവരമുള്ള ആളുകൾക്ക് ഞങ്ങൾ അങ്ങനെ വിവരമുള്ള ആളുകളാണ് എന്ന് പ്രചാരപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് മുമ്പിൽ അവർ പ്രചാരപ്പെടുത്തൽ അവർക്ക് നിർബന്ധമാണോ? വയതസദ്ദഉ ബിൽ ഖുഊദി ലിൽ ഖൽഖ്, പടപ്പുകളെ ഇങ്ങനെ ഇർശാദ് ചെയ്യുന്നതിന് വേണ്ടി അതിനായി തുനിഞ്ഞിരിക്കൽ അവർക്ക് നിർബന്ധമാണോ? കമാ യജിബു അലാ ഉലമാഇ ശരീഅത്തി, ശരീഅത്തിന്റെ പണ്ഡിതന്മാർക്ക് നിർബന്ധമാണല്ലോ അത്തസദ്ദി വൽ ഖുഊദു ലിൽ ഖൽഖ്, പടപ്പുകൾക്ക് വേണ്ടി ഇൽമു പഠിപ്പിക്കാനും അധ്യാപനത്തിനും വേണ്ടി ഇരിക്കല്. ഫത്വക്കർഹൻ ഫത്വ കൊടുക്കണ്ടേ? കാലിയാവണ്ടേ? താലീമിനർഹൻ താലീം ചെയ്യണ്ടേ? മുദരിസ് തദ്രീസ് ചെയ്യണ്ടേ? അതിനുവേണ്ടി ഇരിക്കൽ ഉലമാഉ ശരീഅത്തിന് നിർബന്ധമാണ്. ലി ഫവായിദിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സാമൂഹിക നേട്ടത്തിന് വേണ്ടി. ഈ നിർബന്ധമായതുപോലെ ഇവർക്കും അത് നിർബന്ധമാണോ? ആത്മജ്ഞാനികൾ എന്ന പേരിൽ ആത്മീയ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ആളായിരിക്കലും ഷെയ്ഖായിരിക്കലും അത് പ്രഖ്യാപിക്കലും ഇവരുടെ മേൽ നിർബന്ധമാണോ? അംല, അതോ നിർബന്ധമല്ലേ? വൽ ഖദ്റു അലൈഹി സലാം ഹൽ വറദ അന്നഹു ഹയ്യുൻ ഇലൽ വഖത്തിൽ മഅലൂം വഹൽ ഹുവ വലിയ്യുൻ അം നബിയ്യുൻ ഔലാ. രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി അതിലുണ്ട്. എന്താ വെച്ചാൽ വായിച്ചാൽ അത് അവസാനിപ്പിച്ചു എന്ന് പറയും, അത് വായിച്ചില്ല എന്ന് പറയുന്ന രീതി പറയാം. അത് ഈ വിഷയത്തിക്ക് ആവശ്യമല്ല. ചോദിക്കുന്നത് ഖദ്ർ അലൈഹിസ്സലാം എന്ന ആള് നിശ്ചിത സമയം വരെ എന്നും ജീവിച്ചിരിക്കുമോ എന്നാണ് വിചാരിക്കണ്ടല്ലോ. ഖദ്ർ, ആ ഖദ്ർ ജീവിച്ചിരിക്കുമോ? വഹൽ ഹുവ വലിയ്യുൻ ഔ നബിയ്യുൻ, അവർ വലിയാണോ നബിയാണോ? അംല, അതോ അല്ലേ? ഈ ഫത്വ ഇബ്നു സലാഹ് തങ്ങളോട് ചോദിക്കുമ്പോൾ ഇബ്നു സലാഹ് പറയുന്ന മറുപടി അജാബ റളിയല്ലാഹു അൻഹു ലാ യജിബു അലൈഹിം ദാലിക്. ഈ ബാത്തിനിന്റെ ഉലമാക്കൾക്ക് ഇർശാദിന് വേണ്ടിയിട്ട് ഞാൻ യോഗ്യനാണ്, എന്നെ സമീപിച്ചോളൂ എന്നോ ഞാനതിന് നിയുക്തനാണ് എന്നോ അറിയിച്ചു കൊടുക്കലും പ്രചാരപ്പെടുത്തലും നിർബന്ധമില്ല. വലാ യഹ്തമിലു ഹാലുഹും വഹാലുൽ ഖൽഖി ദാലിക്, അവരുടെ അവസ്ഥയോ സൃഷ്ടികളുടെ സാധാരണ മനുഷ്യന്മാരുടെ അവസ്ഥയോ അതിന് യോജ്യവുമല്ല, സഹിക്കുകയുമില്ല. കാരണം സാധാരണക്കാർക്ക് ആ നിലക്ക് നയിക്കപ്പെടാൻ സഹിക്കണമെങ്കിൽ കുറെ പാടാണ്. അത് ശറഅ് നിർബന്ധാക്കൂല. ഇവരുടെ അവസ്ഥയാണെങ്കിൽ എല്ലാവർക്കും ആളുകളെ മെരിക്കാനായിട്ട് ഇരിക്കുക എന്നത് പോയിട്ട് സ്വന്തം നഫ്സോ അതിന്റെ സംസ്കരണമോ എന്ന് ലക്ഷ്യമുള്ള ആളുകളാണ്. അവരെയും അത് നിർബന്ധിച്ചുകൊണ്ട് അല്ലാഹു തആല കുഴക്കില്ല. അതുകൊണ്ട് ഇത് നിർബന്ധമില്ല. ഒരു സ്വലാഹ തങ്ങളുടെ ഫത്വ. വഫി ശരീഅത്തി, എന്നാൽ ഉലമാഉ ശരീഅത്ത് നടത്തുന്ന ശരീഅത്തിൽ തന്നെ കിഫായത്തും ഫീമാ യർജിഉ ഇലാ ഇർശാദിൽ ഖൽഖ്, സൃഷ്ടികളെ റഷാദിലേക്ക് നയിക്കാൻ വേണ്ട അത്ര മതിയായ തോത് ശരീഅത്തിന്റെ ഇൽമെന്ന പേരിൽ പഠിപ്പിക്കപ്പെടുന്ന ഇൽമിൽ തന്നെയുണ്ട്. ജനങ്ങളെ നേരാക്കാൻ വേണ്ട വിവരങ്ങൾ അത്രയും അതിൽ തന്നെയുണ്ട്. മഹാനായ ഇബ്നു സലാഹ് وأما الخضر عليه السلام، خضر نبي فهو من الأحياء عند جماهير الخاصة من العلماء والصالحين والعامة معهم. വലിയ സവിശേഷരായ നല്ല ഉലമായിൽ നിന്നും ഭൂരിപക്ഷവും പറയുന്നത് അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ്. പൊതുജനങ്ങളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. വഇന്നമാ ശദ്ദ ബിഇൻകാരി ദാലിക ബഅദു അഹ്ലിൽ ഹദീസ്, ഹദീസിന് പ്രാധാന്യം നൽകുന്ന ചിലർ ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലാ നബീനാ വഅലൈഹി വസല്ലം, ബഹുമാനപ്പെട്ടവർ നബിയുൻ, ഒരു നബിയാണ്. വഖ്തലഫൂ ഫീ കൗനിഹി മുർസല, മുർസലായ നബിയാണോ എന്നതിൽ ഭിന്നാഭിപ്രായമുണ്ട്. നബിയാണ് എന്നാണ് അതിൻ്റെ പ്രമാണയോഗ്യമായ അഭിപ്രായം. വലിയാണെന്നുണ്ട് മൂപ്പർ രാജിയാക്കുന്നത് നബിയാണ്. ഇതെന്നെ നമ്മൾ രാജിയാക്കുന്നത്. ഈ അഭിപ്രായം ബഹുമാനപ്പെട്ട ഫതാവ ഇബ്നു സലാഹ് തങ്ങൾ ഫത്വ നൽകിയ മാതിരി തന്നെയാണ് ഈ വസ്തുത. ഇർശാദിന് വേണ്ടിയിട്ട് ഇങ്ങനെ തെർബിയത്തിന് യോഗ്യതയുള്ള പണ്ഡിതന്മാർക്ക് പോലും ഇരിക്കൽ നിർബന്ധമില്ല.
അത് ശറഅ് നിർബന്ധമാക്കാതിരിക്കാൻ കാരണം നമ്മളോടുള്ള റഹ്മത്ത് ഉപകാരമില്ലാഞ്ഞിട്ടല്ല, നേട്ടമില്ലാഞ്ഞിട്ടല്ല, മനസ്സിന് ക്ലിയറായ ജ്ഞാനങ്ങൾ കിട്ടാഞ്ഞിട്ടല്ല, പിന്നെയോ അത് സഹിക്കാൻ സാധാരണക്കാരുടെ മനസ്സിനും അവരുടെ ജീവിതത്തിനുമാവില്ല. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അതിനായി പൊറുപ്പിക്കാനും അവർക്ക് ആളുകളെ പൊറുപ്പിക്കാനും അവർക്ക് കഴിയില്ല. അതുകൊണ്ട് വുജൂബല്ല. ഈ അർത്ഥത്തിലുള്ള ഈ വാജിബല്ലാത്ത കാര്യത്തിന് വേണ്ടി സ്വന്തത്തെ അനുകരിച്ചുകൊണ്ട് ഒപ്പം കൂടിയ ശിഷ്യന്മാർ ഇൽമുൽ ബാത്തിന് പഠിക്കാനും ഇൽമുൽ ലാഹിർ പഠിക്കാനും രണ്ടിനും മികവുറ്റ ചില ആലിമീങ്ങളെ അവലംബിച്ചുകൊണ്ട് ജീവിച്ചു. അവരാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നവരുടെ അനുയായികൾ, സെരിയു സഖതി എന്നവരുടെ അനുയായികൾ. ഇവരൊക്കെ അവരുടെ അനുയായികൾ എന്ന നിലക്ക് ഒപ്പം കൂടി ഇവരെ കണ്ടുകൊണ്ട് എല്ലാം പഠിക്കുകയാണ്. എല്ലാം പഠിക്കുന്നവരായി കണ്ടുകൊണ്ട് കൂടി ഈ മഹാത്മാക്കൾ. അങ്ങനെ കുറേ ആള് അന്നൊന്നും ത്വരീഖത്തിൻ്റെതായ സംജ്ഞയിൽ ഓരോരോ വാക്കുകളോ ഓരോരോ മുറകളോ രൂപപ്പെട്ടിട്ടില്ല, ശബ്ദങ്ങളും അതിനായി നിജപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഈ സംവിധാനം വരുന്നത് ആശ്രമ വ്യവസ്ഥിതിയുടെ രൂപത്തിൽ നമ്മുടെ സൂഫിവര്യന്മാരുടെ ഈ രംഗം രൂപപ്പെട്ടു. അത് മോശമല്ല. ആശ്രമം എന്ന് ഞാൻ പറഞ്ഞു വരുന്നുണ്ട്, ആശ്രമം എന്ന് കൊടുത്തിക്കാൻ പോകണ്ടെങ്കിൽ ആശ്രമം എന്ന് പറഞ്ഞാൽ ആശ്രമത്തിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, ഓല കാര്യമായിട്ട് ഒഴിഞ്ഞിരിക്കണേ, ആ രീതിയിൽ വന്നു. ഇതാര് മുതൽക്കാണ്? സയ്യിദു ത്വായിഫ അബുൽ ഖാസിം അൽ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ഒരാൾ കൂട്ടമായി ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ ഒപ്പം കേൾക്കുന്നവർക്കും നടക്കുന്നവർക്കും കേൾക്കുന്നവർക്കും പഠിക്കാം ആയിരുന്നു. അതേസമയം ഇതിനൊരു വ്യവസ്ഥിതി വെച്ച് റിബാത്തും ഖാൻഖാഹും ഒക്കെ ഉണ്ടാക്കിയിട്ട് പ്രത്യേകം അവരെ വളർത്തുന്ന കേന്ദ്രമാക്കിയിട്ട് വരുന്ന ആ രീതി ഉണ്ടായത് ജുനൈദുൽ ബഗ്ദാദി എന്ന മഹാനരുടെ കാലം തൊട്ടാണ്. ജുനൈദുൽ ബഗ്ദാദി ചെറിയ ആളൊന്നുമല്ല. ഹിജറ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി ഹിജറ 297, അതായത് 300 കാലത്ത് വഫാത്തായ ആളാണ്. ഹിജറ 297. ആ ജുനൈദുൽ ബഗ്ദാദിയെയാണ് ഇവരൊക്കെ സയ്യിദു ത്വായിഫ എന്ന് പറയുന്നത്. നമ്മൾ അവരെ നമ്മുടെ കിതാബുകൾ പരിചയപ്പെടുന്നു. അങ്ങനെ തന്നെ സയ്യിദു ത്വായിഫ, സൂഫി മാർഗത്തിന് ഈ ഒഴിഞ്ഞിരിക്കുന്ന വിഭാഗത്തിന്റെ യജമാനൻ. ആ യജമാനനായ ജുനൈദുൽ ബഗ്ദാദിന്റെ അവിടുത്തെ അന്നത്തെ ത്വരീഖത്ത്, അന്നത്തെ അവരുടെ ഖാൻഖാഹും രിബാത്തും ഇന്നത്തെ ഖാൻഖാഹും രിബാത്തും എത്രത്തോളം മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡ്യൂബിളിയും ഒറിജിനലും വിവേചിച്ചറിയേണ്ടത്. മഹാത്മാക്കളായ ശരീഅത്തിന്റെ ഉലമാക്കൾ ജുനൈദുൽ ബഗ്ദാദിയുടെ കാലം തൊട്ട് സൂഫിവര്യന്മാരും ആരിഫീങ്ങളുമായ മഹാത്മാക്കൾ അവരുടെ വഴിയിലൂടെ കൽബ് ശുദ്ധിയാക്കാൻ വേണ്ടി ആലിമീങ്ങൾ അവരെ അനുഗമിക്കുന്നതിനോ അവരെ പ്രത്യേകമായ ഒരു കൂട്ടമാക്കി ഒരു തിരുത്തിയിട്ട് റിബാത്തുകളിലോ ഖാൻഖാഹുകളിലോ തളച്ചിട്ട് അവരുടെ ഇർഷാദ് പ്രകാരം ശരിക്ക് നടത്തുന്നതിനോ അവരെതിരായിട്ടില്ല, ഉലമാക്കളെതിരായിട്ടില്ല. അതെല്ലാവരും അംഗീകരിച്ചു. നമ്മുടെ കിതാബിൽ അടിസ്ഥാനപരമായി പഠിപ്പിക്കുമ്പോൾ തന്നെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. വിശ്വാസപരമായ കാര്യത്തിൽ ഇമാം അശ്അരിയും മാതുരീദിയുമാണ് സത്യം. കർമ്മപരമായ ശാസ്ത്രത്തിൽ 4 മദ്ഹബാണ് സത്യം. മനുഷ്യന്റെ ആധ്യാത്മിക രംഗത്ത് വളർത്തിക്കൊണ്ടുവരുന്നതിൽ ജുനൈദുൽ ബഗ്ദാദി പോലുള്ള മഹാന്മാരുടെ സരണി സത്യമാകുന്നു. സുഫിയാനു സൗരി, സുഫിയാൻ ഇബ്നു ഉയൈന തുടങ്ങിയിട്ടുള്ളവരുടെ സരണി സത്യമാകുന്നു. ഇത് നമ്മുടെ കിതാബിലില്ലേ, അടിസ്ഥാന പ്രമാണങ്ങളിലില്ലേ, ഉസൂലിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ. ആ മാർഗം സത്യമാകുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നി ഉലമാക്കൾ. ഇവിടുത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്തയിലെ 2 ഗ്രൂപ്പുകൾ. ഈ 4 ഉലമാ സംഘടനയിലുള്ള സുന്നി ഉലമാക്കളും ആ 4നും പെടാതെ നിൽക്കുന്ന സുന്നി ഉലമാക്കളും ഇത് അംഗീകരിക്കുന്നവരാണ്. ഉത്തരേന്ത്യയിലെ സുന്നി ഉലമാക്കളും ഇത് അംഗീകരിക്കുന്നവരാണ്. ഇത്തരം മഹത്തുക്കളുടെ മാർഗം ശരിയാണ് എന്ന്. ഈ മഹത്തുക്കളുടെ മാർഗം ശരിയാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ആ മാർഗത്തിൽ കുറേ ഡ്യൂപ്ലിക്കേറ്റുകളുണ്ട്, കുറെ അരുതായ്മകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഈ അരുതായ്മ വരുന്ന കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ അന്നത്തെ ഉലമാ ഈ വിഷയം കൈകാര്യം ചെയ്യും. ഇത് ചെയ്യുമ്പോൾ ഉലമാനെ ഫിഖ്ഹിനെയും ഫിഖ്ഹിന്റെ ഉലമാക്കളെയും തള്ളിപ്പറയുക എന്നതാണ് ഒരു കൂട്ടം ആളുകൾ സ്വീകരിക്കുന്ന നയം. ഇവൽക്കാണെന്ന് അറിഞ്ഞൂടാ, ഓല് പറയുന്നൊന്നും അർത്ഥമല്ല. ഓല് ഇൽമിൽ അറിയാഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ അറിയാഞ്ഞിട്ടാന്നറിയാച്ചാൽ കുഴപ്പമില്ലേ. അവരെ മോശമായി ചിത്രീകരിച്ചിട്ട് അവർ പറഞ്ഞതൊന്നും സ്വീകരിച്ചുകൂടാ എന്ന അർത്ഥത്തിൽ സംസാരിക്കുക. ഇത് സംബന്ധമായി പ്രാഥമികമായ തത്വം പഠിച്ചില്ലെങ്കിൽ അപകടത്തിൽ ചാടും. ഇത് പറയുന്ന ആളുകൾ അവരുടെ ഈമാൻ സൂക്ഷിക്കണം. ഈമാൻ സൂക്ഷിക്കണമെന്ന് പറയുന്നത് വെറുതെയല്ല. ഇവിടെ നമ്മൾ ശരിയായി ഈ മാർഗത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ
സയ്യിദു ത്വായിഫ, ജുനൈദുൽ ബഗ്ദാദി മുതൽക്കുള്ള ആളുകളുടെ മാർഗമാണ് നമ്മൾ പറയുന്ന മാർഗം. ആ ത്വരീഖത്താണ് നമ്മൾ പറയുന്ന ത്വരീഖത്ത്. പിന്നൊരു ത്വരീഖത്ത് നമുക്കുണ്ട്, അശരി ത്വരീഖത്ത്, മാതുരീദി ത്വരീഖത്ത്. അത് വിശ്വാസ സരണിയാണ്. വിശ്വാസരണിക്കപ്പുറം അധ്യാത്മസരണിയിൽ നമ്മൾ സ്വീകരിക്കുന്നത് ജുനൈദുൽ ബഗ്ദാദിയുടെ, സുഫിയാനു സൗരിയുടെ, സുഫിയാൻ ഇബ്നു ഉയൈനയുടെ. നന്ന താഴെ തട്ടിലേക്ക് വന്നാൽ അബ്ദുല്ലാഹിൽ യാഫിഈ അടക്കമുള്ള മഹാത്മാക്കളും ഇമാം ഗസാലി അടക്കമുള്ള വലിയ മഹത്തുക്കളുമായ പണ്ഡിതന്മാരുടെയും ആരിഫീങ്ങളുടെയും മാർഗം എന്ന് നമ്മൾ ഈ ത്വരീഖത്തിന് സ്വീകരിക്കുന്നു. ആ ത്വരീഖത്തിന്റെ നിയമങ്ങളെയും സ്വീകരിക്കുന്നു. അതിനാരും ആക്ഷേപിച്ചിട്ടില്ല. അതിലിടക്ക് വീൺവാക്കുകൾ ചിലരിൽ നിന്ന് വന്നു പോകുമ്പോൾ, പ്രത്യക്ഷത്തിൽ കുഫറാകുന്ന വാക്കാകുമ്പോൾ ചില പണ്ഡിതന്മാർ എടുത്തിട്ടുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും അതിനെയും മാറ്റി നിർത്തുക ചെയ്തത്. അത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വാക്കല്ല, ഇവർ വലുതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം പറയാ, ഇബ്നു അറബിന്റെ കിതാബ്, ആ കിതാബുകളെ മുതാലാത്ത് ചെയ്യരുത് എന്നും സാധാരണക്കാർ വായിച്ചാൽ പിഴച്ചു പോകുമെന്നും അത് പഠിപ്പിക്കരുതെന്നും വളരെ ഗൗരവതരമായി താക്കീത് ചെയ്ത ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ തന്നെ ആ കിതാബ് രചിച്ച ഇബ്നു അറബി തങ്ങളവറുകൾ കുറിച്ച് പറയുന്നത് ആരാ മഹാനര് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ആ വാക്ക് വന്നാൽ തീർച്ചയായും അത്തരം വാക്കുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലായില്ല, നമ്മളെ ബുദ്ധിയുടെ കുറവാണ്, അറിവിന്റെ കുറവാണ് എന്ന് സ്വയം കുറ്റപ്പെടുത്തുകയല്ലാതെ ആ മഹാത്മാക്കളെ കുറ്റപ്പെടുത്തരുതേ. തന്റെ ഇതേ കിതാബ് ഫുതുഹാത്തുൽ മക്കിയ എന്നതിന്റെ കടലാസുകൾ തന്നെ കഅബയുടെ മുകളിൽ കടലാസുകളായി വെച്ചിട്ട് അട്ടിക്കൊരു കല്ല് പോലും വെക്കാതെ, ഒരു പേന പോലും വെക്കാതെ ഈ കടലാസുകളെ ഖുറാസാക്കി തുന്നിക്കൂട്ടാതെ ഔറാഖുകളാക്കി വെച്ചിട്ട് ചിന്തിക്കണം. പിന്നി ചെയ്യാതെ തുന്നിക്കൂട്ടാതെ അദ്ദേഹത്തിന്റെ ഫുതുഹാത്തുൽ മക്കി എഴുതിയിട്ടുള്ള കടലാസുകളെ കഅബയുടെ മുകളിൽ വെച്ചിട്ട് ആ കഅബയുടെ മുകളിൽ വർഷങ്ങളോളം വെച്ചിട്ടും അതിലെ ഒരു കടലാസ് പോലും പാറാതെ, ഒന്നുപോലും പറന്നു പോകാതെ അക്കാലങ്ങളിൽ എത്ര തവണ കഅബയുടെ ഓരങ്ങളിലൂടെ കിളികൾ പറന്നു, കാറ്റുകൾ അടിച്ചു വീശി, കൊടുങ്കാറ്റുകൾ വന്നു, ബഹുമാനപ്പെട്ട വർഷങ്ങളോളം വെച്ചിട്ടും വേനലും മഴയും എല്ലാം കഴിഞ്ഞിട്ടും ആ കടലാസിന് പോറലേൽക്കാതെ അത് കിടന്നു. അതാണ് മഹാനർ ഗന്ധമാക്കിയിട്ട് വരുത്തിയത്. അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്നാലും ഞമ്മക്ക് തിരിയണ്ടേ, അതാ ഇബ്നു ഹജർ പറയുന്നത്, ഞമ്മക്ക് തിരിയണ്ടേ. നമ്മളത് മനസ്സിലാക്കാൻ വളർന്നിട്ടില്ല. നമ്മുടെ വളർച്ച കമ്മി കൊണ്ടോ നമുക്ക് തിരിയാത്തത് കൊണ്ടോ നമ്മൾ പിഴച്ചു പോകരുത്, അതിൻ്റെ ഭാഷ്യം വച്ച് ഉദ്ധരിക്കരുത്. അങ്ങനെ വിവരിച്ചിട്ടുള്ള മഹാൻ 1 മാസം തൻ്റെ ഒരൊറ്റ വുദൂ കൊണ്ട് ജീവിച്ച മഹാൻ എന്നുവരെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ ഹൈതമി, ഇബ്നു അറബി എന്നിവർ വിവരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മഹാന്മാരാണ് ഇവരൊക്കെ. അത്തരക്കാരെ പോലും വാക്കുകളുടെ പേരിൽ കുറ്റപ്പെടുത്തിയല്ലാതെ ത്വരീഖത്തിന്റെ മാർഗത്തിലൂടെ അവരാളുകളെ ക്ഷണിക്കുന്നതിനെ നമ്മൾ സ്വീകരിക്കുകയോ ആ രൂപത്തെ നമ്മൾ പരിചയപ്പെടുത്തപ്പെടുകയോ ചെയ്തിട്ടില്ല. പരിചയപ്പെടുത്തപ്പെട്ട ജുനൈദുൽ ബഗ്ദാദിയുടെയും മറ്റും മാർഗം അത് ശരിയാ. പക്ഷെ ആ മാർഗത്തെ പറയുമ്പോൾ ഫിഖ്ഹിനെതിരെ ആ മാർഗത്തെ ഉയർത്തിപ്പിടിക്കരുത്. അത് വളരെ ശ്രദ്ധിക്കണം. ഫിഖ്ഹിനെ പറ്റി എന്താണെന്നറിയോ, നമ്മൾ പറയല്ല, തുഹ്ഫീലുള്ള വിവരമല്ല ഞാൻ പറയുന്നത്. തസവുഫിന്റെ ഗന്ധത്തിന്റെ പ്രാഥമിക വിവരം പറയുമ്പോൾ ഖാഇദത്തുൻ ഇതൊരു തത്വമാകുന്നു. ഖാഇദത്തുൻ ഇതൊരു തത്വം. എന്താ തത്വം? ഹുക്മുൽ ഫിഖ്ഹി ആമ്മും ഫിൽ ഉമൂമി. എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, വിശേഷിച്ച് മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കുക. ഹുക്മുൽ ഫിഖ്ഹി ആമ്മും ഫിൽ ഉമൂം. ഫിഖ്ഹിന്റെ ഇൽമ് എന്ന് പറയുന്നത് ആമ്മും ഫിൽ ഉമൂം, എല്ലാ ജനങ്ങളിലും വ്യാപകമായി നിൽക്കുന്ന അനിവാര്യമായ ഒരു ഇൽമാണ്. എല്ലാവരും പഠിക്കേണ്ട ഇൽമ്, എല്ലാവർക്കും ബാധകം. ലിഅന്ന മഖ്സൂദഹു, കാരണം അതിന്റെ ലക്ഷ്യം ഇഖാമത്തു റസ്മിദ്ദീൻ വറഫഉ മനാരിഹി വഇൽഹാറു കലിമാതിഹി. ദീനിന്റെ അഡ്രസ് നിലനിർത്തലാണ്, ദീനിന്റെ വിലാസം നിലനിർത്തുക, ദീനിന്റെ ചിഹ്നങ്ങളും അടയാളങ്ങളും ഉയർത്തിപ്പിടിക്കുക, ദീനിന്റെ സത്യമൊഴികളെ എന്നെന്നും ലാഹിറാക്കി ജയിപ്പിച്ചു നിർത്തുക. ഇതാണ് ഫിഖ്ഹിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് വേണ്ടി ഫിഖ്ഹ് എല്ലാ ജനങ്ങളും പഠിച്ചിരിക്കണം. അത് ആമ്മ. വഹുക്കുമു തസവ്വുഫി, തസവ്വുഫിന്റെ വിധികളോ ഖാസും ഫിൽ ഖുസൂസ്, പ്രത്യേകക്കാരായ ഒരു കൂട്ടം ആളുകളിൽ മാത്രം പരിമിതപ്പെട്ട് നിൽക്കുന്നതാണ് അതിന്റെ വിധികൾ. തസവുഫിന്റെ വിധികളിൽ പറയുന്ന നിർബന്ധങ്ങളാവട്ടെ, സുന്നത്തുകളാവട്ടെ, ഔലകളാവട്ടെ, എല്ലാം ആ വിധികൾ പരിമിതരായ ഒരു കൂട്ടം ആളുകളിൽ മാത്രം പരിമിതപ്പെട്ട് നിൽക്കുന്നതാണ്. ലിഅന്നഹു മുആമലത്തും ബൈനൽ അബ്ദി വറബ്ബിഹി, ഒരടിയാനും അവന്റെ ഉടമസ്ഥനും യജമാനനുമായ റബ്ബും തമ്മിലുള്ള പെരുമാറ്റമാണ് തസവുഫിന്റെ ഇൽമിലെ ചർച്ച. മിൻ വൈരി സായിദിൻ അലാ ദാലിക, അതിൽ കവിഞ്ഞ് ഒന്നും അതിലില്ല.
പടച്ചോനും അടിമയും തമ്മിലുള്ള ബന്ധത്തിന്റെ വർത്തമാനമല്ലാതെ അതുമായി ബന്ധപ്പെട്ട ശിക്ഷണങ്ങളോ അതിന്റെ ആശയങ്ങളോ അല്ലാതെ തസവുഫിന്റെ ഇൽമിൽ മറ്റൊന്നുമില്ല. ഫമിൻ സമ്മ ഇക്കാരണം കൊണ്ട് തന്നെ സ്വഹ ഇൻകാറുൽ ഫഖീഹി അല സൂഫിയ്യി, സൂഫിക്കെതിരെ ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ ഉദ്ദേശശുദ്ധിയുള്ള സർവശാസ്ത്ര പണ്ഡിതനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻകാറും ആക്ഷേപവും സാധുവാണ്. അത് നിയമവിധേയമാണ്, നിയമവിരുദ്ധമല്ല, അംഗീകരിക്കൽ നിർബന്ധമാണ്. വലം യസിഹ ഇൻകാറു സൂഫിയ്യി അലൽ ഫഖീഹ്, കർമ്മശാസ്ത്ര പണ്ഡിതനെതിരെ സൂഫി ആക്ഷേപം ചൊരിയാൻ പാടില്ല. കർമ്മശാസ്ത്ര പണ്ഡിതനെതിരെ കർമ്മശാസ്ത്രത്തിനെതിരെ സൂഫി ആക്ഷേപം ചൊരിയാൻ പാടില്ല. സൂഫികൾ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. വലസിമ റുജൂഉ മിന തസവ്വുഫി ഇലൽ ഫിഖ്ഹി, ഫഖീഹ് ആക്ഷേപിച്ചാൽ തസവുഫിന്റെ ഇൽമിൽ നിന്ന് കണ്ടെത്തിയ വിവരത്തിൽ നിന്നും ഫിഖ്ഹ് വിധിക്കുന്ന വിധിയിലേക്ക് മടങ്ങൽ സൂഫിക്ക് നിർബന്ധമാണ്. ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത് ശരിയല്ല, ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ അത് ശരിയല്ല എന്ന് ഫഖീഹ് പറഞ്ഞാൽ സൂഫി അതിന്റെ ഒപ്പം നിൽക്കാൻ പാടില്ല. താൻ പഠിച്ച തസവുഫിന്റെ വിവരത്തിൽ നിന്ന് മാറി ഫിഖ്ഹിലേക്ക് മടങ്ങണം. ഫിൽ അഹ്കാം, മതവിധികളുടെ കാര്യത്തിൽ, ലാ ഫിൽ ഹഖായിഖി, വസ്തുതകളുടെ കാര്യത്തിലല്ല. വസ്തുത മാറിയ വിവരം മാറിയ മനസ്സിലാക്കണം. വിധി മാറിയ വസ്തുത മാറിയാണ്. വസ്തുത എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ നിങ്ങളും നോക്കി, മഹാനായ ഖദർ അലൈഹിസ്സലാം ചെറിയ ഒരു കുട്ടിനെ യാതൊരു കാരണം കൂടാതെ തലവിരിച്ചാണ് കൊന്നില്ലേ? തലവിരിച്ചു കൊന്നു. ഈ തലവിരിച്ചു കൊന്നതിന്റെ വിധി എന്താ? വിധി ലാഹിർ അനുസരിച്ച് ഫിഖ് അനുസരിച്ച് പറയുകയാണെങ്കിൽ നിരപരാധനായ ഒരു കുട്ടിയെ കൊന്നത് കഠിന ഹറാം, ഖത്ലുൻ നഫ്സിൽ മുഹറമ, പവിത്രമായിട്ടുള്ള വില കൽപ്പിക്കപ്പെടുന്ന രക്തമുള്ള ഒരു ശരീരത്തെ കൊല്ലലാണ്. ഫിഖിന്റെ വിധി ഹറാം. ഇത് നബി ആയതുകൊണ്ടും അള്ളാഹുവിന്റെ വഹിയുള്ളതുകൊണ്ടും അള്ളാഹു പ്രത്യേകം അറിയിച്ചതുകൊണ്ടും അദ്ദേഹം കൊന്നു. അത് ഹറാമല്ല. അതാർക്കറിയില്ല? മൂസാ നബി അലൈഹിസ്സലാമിന് അറിയില്ല. ഇൻകാർ ചെയ്യുമ്പോ മൂസാ നബി അലൈഹിസ്സലാമിന് അത് അറിയില്ലല്ലോ. വസ്തുത മൂപ്പർ വിവരിച്ചു. വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അൻ യുർഹിഖഹുമാ തുയാനം വകുഫറാ ഫഅറദ്നാ അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബ റുഹ്മാ. ഞാനാ തല വിരിച്ചു കൊന്ന കുട്ടി, ആ കുട്ടിയുടെ ഉമ്മയും ബാപ്പയും ആ കുട്ടിയോന്ന് കരുതി മരിക്കുന്നവരാണ്. അത്ര സ്നേഹമാണ്. ഈ കുട്ടിയാണെങ്കിൽ അവരെ പിഴപ്പിക്കും. ഈ കുട്ടി ശരിയായ പ്രകൃതമുള്ള കുട്ടിയല്ല. ഉമ്മയും ബാപ്പയും നല്ല മനുഷ്യന്മാരാ, അവരെ കാഫിറാക്കും എന്നതുകൊണ്ട് ഇവരെ കുട്ടിക്കാലത്ത് തന്നെ കൊല്ലണമെന്നതാണ് അള്ളാന്റെ വിധി. അള്ള മരിപ്പിച്ച് കടത്തുകയാണെങ്കിൽ ആരും കുറ്റം പറയില്ലോ. പിഞ്ചു വൈദങ്ങൾ നമ്മളെ കുട്ടികൾ മരിക്കുമ്പോൾ നമ്മൾ കുറ്റം പറയോ? ഇല്ല. അള്ള ചെയ്യുന്ന ആ പണി ഫഅറദ്നാ അയ്യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബ റുഹ്മാ, എന്നാൽ കൊല്ലപ്പെടണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചു. എന്നാൽ കൊല്ലപ്പെടണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചു. അള്ളനോട് നിർദ്ദേശിച്ചു തല വിരിച്ചു കൊല്ല്. അള്ള നിർദ്ദേശിച്ചാൽ പിന്നെ അവിടെ എന്താ അള്ളാന്റെ പടപ്പിനെ? അള്ളാന്റെ പടപ്പിനെ കൊല്ലാൻ അള്ള നമ്മൾ പല്ലിനെ കൊല്ലണില്ലേ? നിരപരാധി എന്ന് വിചാരിച്ചിട്ടും പല്ലിനെ കൊല്ലണില്ലേ? അള്ള പറഞ്ഞപ്പോൾ കൊല്ലാണ് പല്ലി. നമ്മൾ എന്തേ ഉപദ്രവിച്ചു ചോദിക്കുന്ന നിഷേധിയല്ലേ പല്ലിനെ കൊല്ലാൻ പറയുമ്പോൾ? അള്ളാന്റെ റസൂല് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തീയിലൂതിയ സാധനമാണ്, അതിനെ കണ്ടാങ്ങൾ കൊല്ലണം കേട്ടോ. ഇബ്രാഹിം നബിന്റെ തീ കഴിഞ്ഞു പോയില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ അള്ളാന്റെ റസൂല് കൊല്ലണം എന്ന് പറഞ്ഞ് എടുക്കണ്ടേ? അത് അള്ളാഹു റസൂലും കൽപ്പിച്ച ദീനാണ്. അവിടെ പിന്നെ ചോദ്യമില്ല. ഇത് ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാം മൂസാ നബിക്ക് വിവരിച്ചെടുത്തപ്പോൾ ഹഖീഖത്തുൽ അംറാണത്. ഇത് മറിഞ്ഞു കിടക്കുകയാണ്. അള്ളാഹു ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ, ഈ കുട്ടിയുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ മരിപ്പിക്കുക എന്ന നിയമം നടപ്പാക്കിയതാണ് ഖദറിലൂടെ. അവിടെ സാധാരണഗതിയിൽ അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിച്ചു എന്നുള്ള സ്വാഭാവിക മരണമാണെങ്കിൽ അവിടെ ഒരു പ്രശ്നമല്ലല്ലോ. അതേപോലെ ഖദർ നബിയുടെ ഒരു കൂട്ടും കൂടി അവിടെ കൊടുത്തിട്ട് അസ്രായീൽ അലൈഹിസ്സലാം ഈ കുട്ടിനെ മരിപ്പിച്ചതാണ് എന്ന് ഖദർ പറഞ്ഞപ്പോൾ ഹഖീഖത്താ. ഈ ഹഖീഖത്തുണ്ടെങ്കിൽ സൂഫി അവരുടെ ജീവിതത്തിലോ അവരുടെ അറിവിലോ കൊണ്ട് നടക്കാം. അതേസമയം ശരീഅത്തിന്റെ ഫന്നിലേക്ക് വന്നാൽ സൂഫി പറയുന്നതിൽ നിന്ന് ഫിഖ്ഹിന്റെ നിയമത്തിലേക്ക് ഫിഖ്ഹിന്റെ നിയമത്തിലേക്ക് ഫഖീഹ് പറയുന്നതിലേക്ക് സൂഫി മടങ്ങണം. ഇതാണ് നിയമമെന്ന് തസവ്വുഫിന്റെ പന്നിലെ ബാലപാഠമാണ്.
ഫിഖിന്റെ കിതാബല്ലത്, തസവുഫിന്റെ ഫന്നിലെ ബാലപാഠമാണ്. ഈ കായിക പഠിക്കാതെയാണ് ഫുഖഹാവിനെതിരെ വിധി എഴുതുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ വന്നുപെട്ടിരിക്കുന്ന ചുറ്റുപാട് വെച്ചിട്ട് തസവുഫിന്റെ ഫന്നിനെ ഉലമാക്കന്മാർ പറയുന്നത് തസവുഫിന്റെ ഫന്ന് എന്ന നിലയ്ക്ക് ആക്ഷേപാർഹമല്ലെന്നല്ല, ഏറ്റവും പുണ്യമുള്ളതാണ്, പഠിക്കുന്നതാണ്, അനിവാര്യമായ ഭാഗമാണ്. ആ അനിവാര്യമായ ഭാഗത്തെ പഠിപ്പിക്കുന്നതാവട്ടെ, മറ്റെന്തു ഇൽമനെ പഠിപ്പിക്കുന്നതാവട്ടെ, ആ പഠിപ്പിക്കുന്നത് ഫറള് കഴിഞ്ഞിട്ടേ സുന്നത്തിക്ക് കടക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമപ്രകാരമാവണം. ഫറള് കഴിഞ്ഞിട്ടേ സുന്നത്തിക്ക് കടക്കുക. അതില്ലെങ്കിൽ അതിൻ്റെ പേര് തസവുഫല്ല, അത് ത്വരീഖത്തിന്റെ ഭാഗവുമല്ല. ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹ്മഹുല്ലാഹു തങ്ങളെ ഒരുവരുടെ ഹിക്കമ് വളരെ പ്രസിദ്ധമാണല്ലോ. ഒരുപാട് ആളുകൾ അതാ ഉദ്ധരിക്കുക, ഹഖായിക്ക് പറയാൻ. അത് ഉദ്ധരിക്കുമ്പോൾ എടുത്തുവോ വിവരാന്ന് എഴുതിയിട്ട് ഓരോരുത്തരൊക്കെ അതിൽ പെട്ടുപോകും. ബഹുമാനപ്പെട്ടവർ വിവരിക്കുന്നത് ശരിക്ക് നമ്മുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ, ജാമിയ വഹബയിൽ ഗന്ധം ദർസുണ്ട്, ബാക്കിയാത്തിൽ ഗന്ധം ദർസുണ്ട്, മുത്തവ്വല് പഠിക്കുന്നവരൊക്കെ ഹിക്കമ് പഠിക്കും. ഈ മൂല്യന്മാരൊക്കെ പഠിച്ചാതെ വരിക എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. ആ ഹിക്കമിൽ ഉണർത്തുന്നത് കാണാം, ഒമിൻ അലാമാതി ഇത്തിബാഇൽ ഹവാ, തടീച്ചയ്ക്ക് പിൻപറ്റി ജീവിക്കുന്നു എന്നതിൽപ്പെട്ടതാണ്, അതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അൽ മുസാറഅതു ഇലാ നവാഫിലിൽ ഖൈർ വത്തകാസുലു അനിൽ ഖിയാമി ബിഹുഖൂഖിൽ ഫറായിദ്. ഫറളുകൾ തീരെ ഗൗനിക്കാതിരിക്കുകയും അതിൽ അലസത കാണിക്കുകയും സുന്നത്തുകൾ എന്നറിയുമ്പോൾ ആവേശം കാണിക്കുകയും ചെയ്യുക. സുന്നത്തുകൾക്ക് ആവേശം, ദിക്റുകൾക്ക് ഔറാദുകൾക്ക് ആവേശം, സുന്നത്തായ കാര്യങ്ങൾക്ക് ആവേശം. കണ്ടില്ല നിങ്ങൾ? ഉംറക്കുക, ഹജ്ജ് നോക്കുക, വാജിബില്ലാത്തോലാവ, ഫറലായ ഒരുപാട് കാര്യം ഇവിടെ കിടക്കുന്നേ. ഈ ഫറല് കാര്യം പോയാലും നാട് കാണാനേ, ഹജ്ജല്ലേ ഉംറയല്ലേ എന്നിരുന്ന ആണ് പോവും. നിയമം കൂടി നോക്കൂല. ഒരു പെണ്ണ് ഫറലായ ഉംറക്കും ഫറലായ ഹജ്ജിനൊക്കെയുള്ള വിശ്വസ്തകളായ പെണ്ണിൻ്റെ കൂടെ പോകാൻ പറ്റുമെന്ന് ആ ശാഫി മദ്ഹബ്. വിശ്വസ്തകളായ മറ്റു പെണ്ണുങ്ങളെ കൂട്ടത്തിൽ പോവുക. സുന്നത്തായ ഉംറൊക്കെ ഒന്നും പോകാൻ പറ്റൂല. നമ്മൾ പെണ്ണുങ്ങൾ ഗ്രൂപ്പുകാർ കൊണ്ടുപോകണം. എങ്ങനെയാ? പെണ്ണുങ്ങളും കൊണ്ട് വേറെ അടിച്ചാൽ കൊണ്ടുപോവുക സുന്നത്തായ ഉംറക്ക്, അല്ലേ? സുന്നത്തായ ഉംറക്ക് നിസായ ഫിഖാത്തിന്റെ പോകാൻ പറ്റൂല എന്നാണ് നമ്മുടെ ഫിഖ്. അപ്പം അവിടെ നിർബന്ധം നോക്കാതെ തന്നെയാണ് സുന്നത്ത് നോക്കുന്നത്. അങ്ങനെ യാത്ര ചെയ്യുന്നത് പെണ്ണിന് ഹറാമാണ് എന്നാണ് നമ്മളെ ഫിഖ്. അത് നോക്കാതെയാണ് പോകുന്നത്. ഇങ്ങനെ സുന്നത്തുകൾ, നിയമം എന്താ, ഹറാം എന്താ, വാജിബ് എന്താ നോക്കാതെ സുന്നത്തോന്ന് കേൾക്കുമ്പോൾ ഉയരുക. ബഹുമാനപ്പെട്ടവർ വിവരിക്കുന്നു, വഹാദാ ഹാലു വാലിബിൽ ഖൽഖ്, ഇത് എല്ലാ പടപ്പുകളുടെയും ബഹുഭൂരിപക്ഷത്തിന്റെയും നിലപാട് തന്നെയാണ്. ഇല്ലാമൻ അസമഹുല്ലാ, അള്ളാഹു പ്രത്യേകം കാത്തവരൊഴിച്ച്. തറാ കസീറൻ മിനൽ ബത്വാലീൻ യഖൂമൂന ബിന്നവാഫിലിൽ കസീറ, എത്രയോ സുന്നത്തുകൾ ഇങ്ങനെ കൊണ്ടുവരും. സുന്നത്തുകൾ വലാ യഖൂമൂന ബിഫർളിൻ വാഹിദിൻ അലാ വജ്ഹിഹിൽ ലായിഖി, അനുയോജ്യമായ ചിട്ടകൾ പാലിച്ചുകൊണ്ട് ഒരു ഫർള് പോലും നിർവഹിക്കൂല. സുന്നത്ത് എത്രയെങ്കിലും കൊണ്ടുവരുന്നത് കാണാം. ഇതൊക്കെയാണ് ആളുകളുടെ സ്ഥിതി എന്ന് പറഞ്ഞ രീതിയിൽ ഫർള് ഐനായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് നിന്ന് വിട്ട് സുന്നത്തായ കാര്യങ്ങളിലേക്ക് മുൻഗണന നൽകിക്കൊണ്ട് പഠിപ്പിക്കാനോ അപകടകരമായ കാര്യങ്ങൾ പഠിപ്പിക്കാനോ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഫുഖഹാ എതിർക്കുക.